മനോഹരമായ കഥകൾ കേൾക്കുവാൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. രചന പ്രവീൺ ചന്ദ്രൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? 7 വർഷമായില്ലേ നീ ഇവിടെ വന്നിട്ട്? ഇനിയെങ്കിലും ഒന്ന് നാട്ടിൽ പോയിക്കൂടെ? വീട്ടുകാരെ കാണണമെന്ന് നിനക്ക് ആഗ്രഹമില്ലെങ്കിലും അവർക്കുണ്ടാവില്ലേ? സുഹൃത്തിൻ്റെ ആ ചോദ്യം കേട്ട് ഞാനൊന്ന് ചിരിച്ചതേയുള്ളൂ. അവൻ അറിയില്ലല്ലോ എൻ്റെ ലക്ഷ്യത്തെപ്പറ്റി. എത്ര വേദന കടിച്ചമർത്തിയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നും 20-ാം വയസ്സിൽ ഡിഗ്രി പഠനം പോലും ഉപേക്ഷിച്ച് ഞാനിവിടെ വന്നു നിൽക്കുന്നതിൻ്റെ കാര്യം എനിക്കല്ലാതെ ആർക്കും അറിയില്ല എന്നതാണ് സത്യം. അതിന് കാരണം ഒരു വാശിയാണ്. ഭാഗം വെച്ചപ്പോൾ എന്നെയും അമ്മയും പെങ്ങന്മാരെയും ഒരു ചെറിയ കൂര തന്ന് അപമാനിച്ച ചെറിയച്ഛനോടുള്ള വാശി. അച്ഛൻ മരിച്ചതോടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്ത് ഞങ്ങളെ വഴിയാധാരമാക്കുകയായിരുന്നു ചെറിയച്ഛൻ. പുറംപോക്കിലെ 3 സെന്റിൽ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു ചെറിയ വീട്. ഒരു മുറിയും അടുക്കളയും ഉമ്മറവും മാത്രമാണ് ആ വീടിനുണ്ടായിരുന്നത്. മഴയും ഇടിവെട്ടുമുള്ളപ്പോഴൊക്കെ പേടിച്ചു വിറച്ചാണ് ഞങ്ങൾ ആ വീടിനുള്ളിൽ കഴിഞ്ഞിരുന്നത്. അമ്മയെ മുറുക്കെ കെട്ടിപ്പിടിച്ച് കരയുന്ന അനിയത്തിമാർക്ക് ഞാനായിരുന്നു ഏക ആശ്വാസം. കിട്ടുന്ന പണികളൊക്കെ ചെയ്താണ് എൻ്റെ കൗമാരപ്രായത്തിൽ ഞാൻ കുടുംബം നോക്കിയിരുന്നത്. അന്നേ മനസ്സിൽ ഉറപ്പിച്ചതാണ് എന്നെങ്കിലും ഒരു ദിവസം ചെറിയച്ഛൻ തട്ടിയെടുത്ത ഞങ്ങളുടെ വീടിനേക്കാൾ വലിയൊരു വീട് പണിയണമെന്നത്. അങ്ങനെയിരിക്കെയാണ് ഗൾഫിലേക്ക് ഒരു വിസ ശരിയായതും ഇവിടേക്ക് വരാനായതും. വന്ന അന്ന് മുതൽ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഞാൻ സ്വപ്നം കണ്ട പോലെ വലിയൊരു വീടുണ്ടാക്കിയിട്ടേ നാട്ടിലേക്ക് തിരിച്ചു പോവുകയെന്നത്. ഭക്ഷണം പോലും ചുരുക്കിയും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കിയും ഒഴിവ് സമയങ്ങളിൽ മറ്റു ഫ്ളാറ്റുകൾ വൃത്തിയാക്കാൻ പോയി വരെ കിട്ടുന്ന പൈസ മാറ്റിവെച്ചാണ് 7 വർഷം കൊണ്ട് ഞാൻ എൻ്റെ സ്വപ്നം പൂർത്തിയാക്കിയത്. 6 മുറികളുള്ള അത്യാവശ്യം നല്ലൊരു വീട് തന്നെയായിരുന്നത്. അമ്മയോട് പോലും ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. അവർക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സർപ്രൈസ് ആവട്ടെ എന്ന് ഞാനും കരുതി. നാട്ടിലേക്ക് വരാത്തതിന് അമ്മ പരിഭവം പറയുമ്പോഴൊക്കെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു ഞാൻ. എങ്കിലും നാട്ടിൽ അവർക്ക് നല്ല രീതിയിൽ കഴിയാനുള്ള ഒരു തുക ഞാൻ അയക്കുമായിരുന്നു. ഉറ്റ സുഹൃത്തായ നിഷാദാണ് നാട്ടിൽ വീടിൻ്റെ പണികൾക്കെല്ലാം മേൽനോട്ടം വഹിച്ചിരുന്നത്. എന്നെ കൂടാതെ അവന് മാത്രമേ ഇതിനെപ്പറ്റി അറിയുമായിരുന്നുള്ളൂ. സ്വപ്നം പൂർത്തിയായതോടെ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഞാൻ. എൻ്റെ മനസ്സ് എപ്പോഴേ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. വല്ലാത്തൊരു ആവേശത്തിലായിരുന്നു ഞാൻ. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ ഫ്ലൈറ്റിന്. സാധനങ്ങളെല്ലാം ഒരുക്കി വെക്കുന്നതിനിടെയാണ് TV-യിലെ ലൈവ് ന്യൂസ് ഞാൻ ശ്രദ്ധിച്ചത്. നാട്ടിൽ കുറച്ച് ദിവസമായി പെയ്തിരുന്ന മഴയുടെ ഭാഗമായി ഉരുൾപൊട്ടിയെന്ന വാർത്തയായിരുന്നു അത്. അത് കേട്ടതും എൻ്റെ നെഞ്ചൊന്ന് കിടുങ്ങി. എൻ്റെ നാട്ടിലായിരുന്നു അത് എന്നതാണ് എന്നെ കൂടുതൽ ഭയപ്പെടുത്തിയത്. ഞാൻ ഉടൻ തന്നെ അമ്മയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. തുടർച്ചയായിട്ടുള്ള വിളികൾക്ക് ശേഷമാണെങ്കിലും മറുതലക്കൽ അമ്മയുടെ ശബ്ദം കേട്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. അമ്മേ, നിങ്ങൾക്കാർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ആശങ്കയോടെ ഞാൻ ചോദിച്ചു. ഇല്ല മോനെ, മോൻ വിഷമിക്കണ്ട, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ കഷ്ടമാണ്. കുറച്ച് പേര് മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട്. പലർക്കും വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ കരച്ചിൽ കാണാൻ വയ്യ മോനെ. അമ്മയും പെങ്ങന്മാരും സുരക്ഷിതരാണെന്നറിഞ്ഞപ്പോൾ സന്തോഷമായെങ്കിലും ചോർന്നൊലിക്കുന്ന വീടിൻ്റെ ചിത്രം എന്നെ പിന്നെയും വല്ലാതെ ഭയപ്പെടുത്തി. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയേ തീരുമെന്ന് ആലോചിക്കുന്നതിനിടയിലാണ് എൻ്റെ പുതിയ വീടിനെ പറ്റി ഞാൻ ഓർത്തത്. ആശങ്കയോടെയാണ് ഞാൻ സുഹൃത്തിനെ വിളിച്ചത്. പേടിക്കാലടാ, നിന്റെ വീട് സേഫാണ്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഇവിടുത്തെ അവസ്ഥ ആകെ ശോകമാണ്. കഴിയുന്ന രീതിയിൽ ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങും നിലവിളികളും പൊട്ടിക്കരച്ചിലും മാത്രം. ചങ്ക് പൊട്ടുന്നടാ. നമ്മുടെ ഷമീറിൻ്റെ വീടെല്ലാം മണ്ണിനടിയിലാടാ. അവൻ്റെ അച്ഛൻ മരണപ്പെട്ടു. അതുപോലെ നമ്മുടെ അനുശ്രീയുടെ വീടും മണ്ണിനടിയിലായി. അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അവർക്ക് വേണ്ടി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടാണ് അവനത് പറഞ്ഞത്. അത് കേട്ടതും എൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. അനുശ്രീ, ഒരു കാലത്ത് എൻ്റെ എല്ലാമായിരുന്നവൾ. മനഃപൂർവ്വം ഒഴിവാക്കേണ്ടി വന്നു എനിക്കവളെ. ഒരു വാക്കുപോലും മിണ്ടാതെ എൻ്റെ സ്വപ്നത്തിനു വേണ്ടി ഞാൻ ഓടി ഒളിക്കുകയായിരുന്നു അവളിൽ നിന്ന്. അവളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്നേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷമാണ് അറിയാൻ കഴിഞ്ഞത് വീട്ടുകാരോട് എതിർത്ത് അവൾ എനിക്ക് വേണ്ടി ഇത്രയും നാളും കാത്തിരിക്കുകയാണെന്ന്. ഇത്തവണ നാട്ടിലെത്തുമ്പോൾ ആ കഴുത്തിൽ ചാർത്താനായി ഒരു താലിയും പണി കഴിപ്പിച്ചിരുന്നു ഞാൻ. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അല്പനേരം ചുമരിൽ ചാരിയിരുന്നു. മനസ്സിലൂടെ പല കാര്യങ്ങളും കടന്നുപോയി. അവസാനം ഞാൻ ആ തീരുമാനത്തിലെത്തി. ഞാൻ നിഷാദിനെ വിളിച്ച് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞു. ഡാ, നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഇത് പറയുന്നത്? ഇത്രയും കാലത്ത് നിൻ്റെ അധ്വാനമാണ്, അത് മറക്കണ്ട. അതേ നിഷാദ്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു തീരുമാനം. അങ്ങനെ ഇത്തവണത്തെ ലീവ് ഞാൻ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. എൻ്റെ പുതിയ വീട് ഞാൻ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി വിട്ടുകൊടുത്തു. കണ്ണടച്ചു തുറക്കും മുമ്പേ സ്വന്തം കിടപ്പാടം പോലും ഇല്ലാതാകേണ്ടി വന്നവരുടെ അവസ്ഥയ്ക്ക് മുന്നിൽ തൻ്റെ സ്വപ്നം എത്രയോ ചെറുതാണ്. പോട്ടേന്നേ, ഇനിയും വീട് വയ്ക്കാലോ. അമ്മയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. മോനെ, നിന്നോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ആ നിലവിളികൾ എൻ്റെ കാതിന്ന് മാറുന്നില്ലായിരുന്നു. കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ.
നീ ചെയ്തത് വലിയ കാര്യാടാ. അതിനിടയിൽ ചെറിയച്ഛൻ ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത വീടും മണ്ണ് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം ചെറിയച്ഛൻ്റെ മാനസിക നില തകരാറിലായെന്നും എനിക്കറിയാൻ കഴിഞ്ഞു. അതോടെ ആ സ്വപ്നം നഷ്ടപ്പെട്ടതിലുള്ള അവസാന വിഷമവും അതോടെ തീരുകയായിരുന്നു. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. ഈ വർഷത്തിനിടക്ക് അനുശ്രീയെക്കുറിച്ച് ഞാൻ പലതവണ നിഷാദിനോട് അന്വേഷിച്ചെങ്കിലും അപ്പോഴേക്ക് അവൻ ഒഴിഞ്ഞു മാറുകയാണുണ്ടായത്. ഒരുപക്ഷേ ഇല്ല, അവൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. സ്വപ്നമെല്ലാം ഉപേക്ഷിച്ച സ്ഥിതിക്ക് നാട്ടിൽ പോയി അമ്മയെയും പെങ്ങന്മാരെയും കാണാനുള്ള എൻ്റെ മോഹം വർദ്ധിച്ചിരുന്നു. കുറച്ചുകൂടെ പൈസയായി പോകാമെന്ന് കരുതിയാണ് ഇത്രയും കാലം കാത്തിരുന്നത്. വീട് കൊടുത്ത് ഞാനാണെന്ന് ആരും അറിയരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് അത് വാർത്തയായതുമില്ല. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു എൻ്റെ സ്വർഗത്തിലേക്ക്. നിഷാദും അമ്മയും അനിയത്തിമാരും ഉണ്ടായിരുന്നു എന്നെ കൂട്ടാനായി എയർപോർട്ടിൽ. അവരെ കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴി വലിയൊരു വീടിന് മുന്നിൽ വണ്ടി നിർത്തി നിഷാദ് പറഞ്ഞു, ഇതാണ് നിന്റെ സ്വപ്നം. നീ കാരണം ഇന്നത് മറ്റു കുടുംബങ്ങളുടെ സ്വപ്നമായി മാറി. വാ, നിന്നെ കാത്താണ് അവരെല്ലാം അവിടെ ഇരിക്കുന്നത്. ഞാൻ അതിശയത്തോടെ പുറത്തേക്കിറങ്ങി. എന്നെ സ്വീകരിക്കാനായി അവിടെ കുറേ പേരുണ്ടായിരുന്നു. ആരെയും അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ നിഷാദ്? കുറച്ച് നീരസത്തോടെയാണ് ഞാനത് ചോദിച്ചത്. അങ്ങനെ അറിയിക്കാതിരിക്കാൻ പറ്റുമോ? ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല, നീ ചെയ്ത പുണ്യം ഏറ്റുവാങ്ങിയവർക്കായിരുന്നു അതറിയാൻ കൂടുതൽ താല്പര്യം. പൂർണ്ണ തൃപ്തിയോടെ അല്ലെങ്കിലും ഞാൻ അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ നിർബന്ധിതനാവുകയായിരുന്നു. അവരുടെ സന്തോഷവും സ്നേഹവും കണ്ടപ്പോഴാണ് ഞാൻ ചെയ്തതിന് ഇത്രയും മൂല്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അവിടെ വെച്ച് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് എൻ്റെ വീട്ടിലെ താമസക്കാരിയായ ഒരാളുടെ മുഖമായിരുന്നു, അനുശ്രീ. ആ സന്തോഷം മറ്റെന്തിനേക്കാളും വലുതായിരുന്നു എനിക്ക്. കൈകളിൽ നിലവിളക്കേന്തി വലത് കാലെടുത്ത് വെച്ച് എൻ്റെ വീട്ടിലേക്ക് കയറേണ്ടവളാണ് ആശ്രിതയെപ്പോലെ അവിടെ കഴിയുന്നത്. അമ്മയോട് ഞാൻ കാര്യം പറഞ്ഞതും കൈയോടെ തന്നെ അമ്മ കാര്യങ്ങൾ തീരുമാനമാക്കി. അടുത്ത നല്ല ദിവസം തന്നെ നോക്കി കല്യാണം നടത്താമെന്ന് വാക്കുകൊടുത്തിട്ടാണ് അമ്മ അവിടെ നിന്ന് പോയത്. അവരുടെ സ്നേഹോപഹാരങ്ങളെല്ലാം ഏറ്റുവാങ്ങി അമ്മയോടും അനിയത്തിമാരോടും ഒപ്പം വീട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഉള്ളൊന്ന് പിടഞ്ഞു. മനസ്സ് മുഴുവൻ ചോർന്നൊലിക്കുന്ന എൻ്റെ പുരയായിരുന്നു. പക്ഷേ അവിടെ അമ്മ എന്നെ ശരിക്കും തോൽപ്പിച്ച് കളഞ്ഞു. അമ്മയുടെ മുഖത്തേക്ക് ഞാൻ നിറകണ്ണുകളോടെ നോക്കി. എൻ്റെ മോ സമ്പാദിച്ചു തന്നെയാ ഇതും. നീ അയക്കണീന്ന് കുറച്ച് മാറ്റിവെച്ച് ഞാനുണ്ടാക്കിയതാ. നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഇതുവരെ പറയാഞ്ഞതാ. കഴിഞ്ഞ വർഷം നീ നാട്ടിലേക്ക് വരുമ്പോൾ കാണിക്കാമെന്ന് കരുതിയതാ. വലിയ മാളികയൊന്നും അല്ലെങ്കിലും ഈ 2 മുറി സ്വർഗം പോരെ മോനെ നമുക്ക്.